السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم. كنت أول الأنبياء في الخلق وآخرهم في البعث. صدق رسول الله. ومن يكن برسول الله نصرته إن تلقه الأسد في آجامها تجمي. أحل أمته في حرز ملته كالليث حل مع الأشبال في أجمي. പ്രിയപ്പെട്ടവരെ, പുണ്യ റബീഉ മാസത്തിൻ്റെ 12-ലാണ് നാം ഇന്ന് ഉള്ളത്. റബീഉൽ അവ്വൽ ഹിജറ വർഷ കലണ്ടറിലെ ചന്ദ്രവർഷത്തിലെ 12 മാസങ്ങളിൽ ഏറ്റവും മനോഹരമായ നാമമുള്ള മാസമാണ് റബീഉൽ അവ്വൽ. 12 മാസങ്ങൾക്കും പേരുണ്ട്. ഇത്ര മനോഹരമായ ഒരു പേര് മറ്റൊരു മാസത്തിനും ഇല്ല. റബീഉൽ അവ്വൽ, ആദ്യത്തെ വസന്തം, പ്രഥമ വസന്തം. എങ്ങനെയാണ് ഈ പേര് വന്നത്? എന്താണ് ഈ പേരിൻ്റെ പൊരുള്? സമയത്തിൻ്റെയും ദിവസത്തിൻ്റെയും മാസത്തിൻ്റെയും വർഷത്തിൻ്റെയും സംവിധായകൻ അല്ലാഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവിലൂടെ പുറത്തു വന്ന തിരുമൊഴികൾ അല്ലാഹുവിൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ മാസങ്ങളുടെ കണക്കവൻ 12 നിശ്ചയിച്ചിരിക്കുന്നു. ആ 12 മാസത്തിൻ്റെ നാമകരണവും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹുവിൽ നിന്നു നാമകരണം വന്നതുകൊണ്ടു തന്നെ ആ നാമകരണത്തിൻ്റെ പിന്നിലെല്ലാം യുക്തിയുണ്ട്, അർത്ഥമുണ്ട്. മറ്റു അറബ് മാസങ്ങൾ പരിശോധിച്ചു നോക്കൂ. പേരിൻ്റെ ആശയം വ്യക്തമാണ്. മുഹറം, പവിത്രമായ മാസം. ദുൽഹിജ്ജ, ഹജ്ജുള്ള മാസം. റമളാൻ, പാപങ്ങൾ കരിച്ചു കളയുന്ന മാസം. ഈ അർത്ഥത്തിൽ റബീഉൽ അവ്വൽ എന്ന ആ മാസനാമത്തിൻ്റെ ആ അർത്ഥമെന്താണ്? അതിൻ്റെ ആശയം എന്താണ്? ആദ്യത്തെ വസന്തം. വസന്തം എന്ന് പറഞ്ഞാൽ എന്താ വസന്തം? അത് മനോഹരമായ ഒരു കാലാവസ്ഥയാണ്. കൊടും തണുപ്പും കാലവർഷവും ശക്തമായ മഴയുമെല്ലാം അവസാനിച്ച് ചൂടിലേക്ക് കടന്നു ചെല്ലുന്നതിൻ്റെ മുമ്പുള്ള ഇടവേളയാണ് വസന്തകാലം. മഴക്കാലം കഴിഞ്ഞു, കൊടും തണുപ്പ് കഴിഞ്ഞു, ചൂടിലേക്ക് കയറിയിട്ടില്ല. ആ സമയത്ത് പുല്ലുപുഷ്പങ്ങളെല്ലാം വളർന്ന് പന്തലിച്ച് ഭൂമി ഒരു ഹരിത സുന്ദരിയായി മാറിയിട്ടുണ്ടാകും. കാലാവസ്ഥ കൊടും ചൂടില്ല, സഹിക്കാൻ പറ്റാത്ത തണുപ്പില്ല, നല്ല കാലാവസ്ഥ. നയനമനോഹരമായ ദൃശ്യങ്ങളും കാലാവസ്ഥയുടെ അനുകൂലമായ സാഹചര്യങ്ങളും ഒരുക്കിത്തരുന്ന കാലാവസ്ഥയുടെ പേരാണ് റബീഉ, വസന്തകാലം. ഹിജറ വർഷത്തിലെ ചന്ദ്രവർഷത്തിലെ
ഏതെങ്കിലും ഒരു മാസത്തിന് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നാമം നൽകാനാവില്ല. കാരണം അറബ് മാസം മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഇപ്പം റമദാൻ കൊടും ചൂടിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, കൊടും തണുപ്പിലും നമ്മൾ പിടിച്ചിട്ടുണ്ട് നോമ്പ്, നല്ല മഴക്കാലത്തും പിടിച്ചിട്ടുണ്ട്. റബീഉൽ അവ്വൽ മാസം ഏത് വർഷത്തിലും കടന്നു വരുന്നത് വസന്തകാലത്തായിരിക്കില്ല. ചിലപ്പോൾ നല്ല മഴക്കാലത്താവും, ചിലപ്പോൾ നല്ല കൊടുംചൂടിലാവും, ചിലപ്പോൾ വസന്തകാലത്തും ആവും. അപ്പൊ കാലാവസ്ഥയെ മാനദണ്ഡമാക്കിക്കൊണ്ട് ഒരിക്കലും അറബ് മാസത്തിന് റബീഉൽ അവ്വൽ എന്ന് പേര് വെക്കാൻ പറ്റില്ല. കാരണം കൊടുംചൂടിലും വരും റബീഉൽ അവ്വൽ. പിന്നെ എന്താണ് ഈ നാമകരണത്തിന്റെ പിന്നിലുള്ള യുക്തി? റബീഉൽ അവ്വൽ എന്നാൽ ആദ്യത്തെ വസന്തം എന്നാൽ അതൊരു കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന മാസനാമമല്ല. അർ-റബീഉൽ അവ്വലു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാനവ മക്കളുടെ മനസ്സിൽ വസന്തം വിരിയിക്കുന്ന ആദ്യത്തെ ആളാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാനവ മക്കൾക്ക് സമാധാനം നൽകാൻ, ശാന്തി നൽകാൻ, സന്തോഷം നൽകാൻ, അങ്ങനെ ഒരു വസന്തത്തിന്റെ പൂക്കാലം മനോനുകരങ്ങളിൽ സമ്മാനിക്കാൻ അല്ലാഹു പടച്ച ആദ്യത്തെ വസന്തമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. എങ്ങനെ ആദ്യത്തെ ആളായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സയ്യിദുൽ മുർസലീനാണ്, എല്ലാ നബിമാരുടെയും നേതാവാണ്. നേതാവ് അവസാനം വരാൻ പറ്റുമോ? ഇന്നുള്ള ജനതയുടെ നേതാവ് ഇന്നുള്ള ആളാണോ? നേതൃത്വം നൽകണ്ടേ? ഇപ്പൊ ഇന്ന് ജീവിക്കുന്ന ഒരാള് ഒരു 100 കൊല്ലം കഴിഞ്ഞ് വരുന്ന ആൾക്ക് നേതാവാന്ന് പറഞ്ഞാൽ എങ്ങനെ ഫിറ്റാകുക? എന്നാൽ സയ്യിദുൽ മുർസലീനാണ്, എല്ലാ നബിമാരുടെയും അധ്യക്ഷരാണ്, തലൈവറാണ് എന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. അതിനുത്തരമാണ് കുൻതു അവ്വലൽ അംബിയാഇ ഫിൽ ഖൽഖി, സൃഷ്ടിപ്പിൽ ഞാനാണ് ഒന്നാമത്തെ നബി. വ ആഖിറഹും ഫിൽ ബഅസി, നിയോഗം കൊണ്ട് ഞാൻ ഒടുവിൽ വന്ന ആളാണെങ്കിലും സൃഷ്ടിപ്പിൽ ആദ്യത്തെ നബി ഞാനാണ്. മാത്രല്ല, ഈ ലോകത്ത് വന്ന 1,00,000-ലധികം നബിമാരെ അള്ളാഹു സൃഷ്ടിച്ച് റിസാലത്ത് കൊടുത്ത് ഉത്തരവാദിത്തം ഏൽപ്പിച്ച് ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ ഓരോ നബിയിൽ നിന്നും അള്ളാഹു കരാറ് വാങ്ങിയ ഒരു സംഭവം സൂറ ആല ഇമ്രാനിൽ കാണാം. എല്ലാ നബിമാരിൽ നിന്നും അള്ളാഹു കരാറ് വാങ്ങി. എന്താ കരാറ്? എൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി വന്നാൽ നിങ്ങൾ മര്യാദക്ക് ആ മനുഷ്യനെ അനുസരിച്ചും പിന്തുണച്ചും സപ്പോർട്ട് ചെയ്തും നിലനിൽക്കണം. പറ്റുമോ? പറ്റുന്നവരെ ഞാൻ നബിയാക്കി വിടുള്ളൂ. വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, അല്ലാഹു സർവ അമ്പിയാക്കളിൽ നിന്നും കരാറ് വാങ്ങിയ സന്ദർഭം അനുസ്മരിക്കൂ ഖുർആനിന്റെ ഭാഗമായി. ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, നിങ്ങൾക്ക് നുബുവത്ത് തന്ന്, നബിപ്പട്ടം തന്ന്, വേദഗ്രന്ഥം തന്ന് നിങ്ങളെ നിയോഗിക്കുമ്പോൾ സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൽ ലിമാ മഅകും, നിങ്ങളുടെ കരങ്ങളിലുള്ള സത്യമേതോ ആ സത്യത്തെ അംഗീകരിക്കുന്ന, വാസ്തവമാക്കുന്ന, അതിന് അടിവരയിടുന്ന ഒരു നബി വന്നു കഴിഞ്ഞാൽ ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന, ആ നബിയിൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ നബിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ, സഹായിക്കുമോ? ഖാല, അല്ലാഹു ചോദിക്കാൻ, അഖറർതും, എടാ നിങ്ങൾ സമ്മതിക്കോ നബിമാരോട്? വഅഖൽതും അലാ ദാലികും ബിസ്രി, എൻ്റെ ഈ ശാസന, എൻ്റെ ഈ കരാറ് നിങ്ങൾ പിടിക്കാൻ തയ്യാറുണ്ടോ? ഖാലു അഖറർനാ, എല്ലാ നബിമാരും പറഞ്ഞു ഞങ്ങൾ സമ്മതിക്കാം.
എങ്കിൽ ഖാല ഫശ്ഹദൂ വ അന മഅകും മിനശ് ശാഹിദീൻ, നിങ്ങൾ ഇക്കാര്യത്തിൽ സാക്ഷി നിൽക്കൂ, ഞാനും നിങ്ങളുടെ കൂടെ സാക്ഷിയാണ്. വമൻ തവല്ലാ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, ആരെങ്കിലും ഇതിനെതിരായി പ്രവർത്തിച്ചാൽ ഞാൻ നബിയൊന്നും നോക്കൂല, ആ ആളുടെ പേര് തെമ്മാടി എന്നാണ് അല്ലാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗം അവസാനമാണെങ്കിലും ആ അഷ്റഫുൽ ഖൽഖിനെ പരിചയപ്പെടുത്തി അംഗീകരിപ്പിച്ചതിന് ശേഷമാണ് എല്ലാ നബിമാരെയും അള്ളാഹു അയച്ചതെന്ന് പരിശുദ്ധ ഖുർആനിൽ. എല്ലാ നബിമാരുടെയും മീതയാണ് അവിടെ നിന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? പലർക്കും പേടിയാൻ. നബിമാരിലൊരു നബി അത് പോരാന്ന് അവിടുന്ന് പഠിപ്പിച്ചതാ. ഒരിക്കൽ സ്വഹാബത്ത് വട്ടം കൂടി മൂസാ കലീം അലൈഹിസ്സലാമിൻ്റെ ഐതിഹാസിക സമര പോരാട്ടത്തിൻ്റെ ചരിത്രം പറയാൻ സഹാബികൾ കൂടിയിട്ടേ, എന്താ മുതല് മൂസാ നബി ആ ഖിബ്തിയൊക്കെ ഒറ്റ പഞ്ചിനല്ലേ മയ്യത്താക്കിയത്. ഫറോവയോടൊക്കെ ഏറ്റുമുട്ടിയിട്ട് ഗംഭീര സാധനാണ് മദ്ഹ് പറയാൻ. ആരെ? മൂസ അലൈഹി ഇസ്ലാമിൻ്റെ. ആര്? സ്വഹാബാക്കൾ. ഇത് കേട്ട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവരെ ചാരത്ത് കൂടെ വന്നു നോക്കുമ്പോൾ ഇവർ മൂസാ നബിൻ്റെ മൗലൂദ് ഓതുക. അവരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ, മൂസാ നബി ആള് കേമനാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ലൗകാന മൂസാ ഹയ്യൻ ലമാ വസിഅഹു ഇല്ലത്തിബാഇ, നിങ്ങൾ ഈ പൊലിമ പറയുന്ന മഹത്വം പറയുന്ന മൂസാ നബി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലമാ വസിഅഹു ഇല്ലത്തിബാഇ, എൻ്റെ പിന്നാലെ വരാനല്ലാതെ മൂസാ നബിക്ക് ചെറുവിരലനക്കാൻ പറ്റൂല. എൻ്റെ അനുയായിയായി എന്നെ അനുസരിച്ച് എൻ്റെ പിറകിൽ നിൽക്കുകയല്ലാതെ നിങ്ങൾ ഈ പറയുന്ന മൂസാ നബിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് റബീഉൽ അവ്വൽ, ആദ്യത്തെ വസന്തം, അത് ഒരു കാലാവസ്ഥയുടെ പേരല്ല, അത് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പൊരുള് എന്ന പരമയാഥാർത്ഥ്യത്തിലേക്ക് ഈ മാസത്തിൻ്റെ നാമം വെളിച്ചം വീശുന്നു. റബീഉൽ അവ്വൽ പുണ്യ റസൂലിൻ്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട, ചരിത്രവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സംഭവങ്ങൾ നടന്ന മാസമാണ്. ആ തിരുപ്പിറവി റബീഉൽ അവ്വൽ 12-നായിരുന്നു. അവിടുന്ന് മക്കയിലെ ജബലുന്നൂറിൻ്റെ ഓരത്തുള്ള ജബലുന്നൂറിൻ്റെ മുകളിലുള്ള ഹിറാ ഗുഹയിലേക്ക് ഇബാദത്തിന് വേണ്ടി ഖദീജ ബീവിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് നടന്നത് റബീഉൽ അവ്വലിലായിരുന്നു. ഹിറാ ഗുഹയിലേക്കുള്ള പുറപ്പാട് റബീഉൽ അവ്വലിലായിരുന്നു. അവിടുന്ന് മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തത്, ഹിജ്റക്ക് തുടക്കം കുറിച്ച് മക്കയിൽ നിന്നിറങ്ങി പുറപ്പെട്ടത് റബീഉൽ അവ്വലിലായിരുന്നു. അവിടുന്ന് റഫീഖുൽ അഅലയിലേക്ക് അള്ളാഹുവിൻ്റെ ഹബീബ്, ആ ഹബീബ് തൻ്റെ ഉടമസ്ഥനായ, തൻ്റെ മാലിക്കായ, റഫീഖുൽ അഅലയായ, അത്യുന്നത മണ്ഡലത്തിലെ കൂട്ടുകാരനായ അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് യാത്ര പോയ വഫാത്തായ മാസവും റബീഉൽ അവ്വലാണ്. അതിൻ്റെ ഡേറ്റ് 12ആണ്. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി. എന്നാലും ചിലർക്കൊരു അസ്വസ്ഥതയാണ്. ജന്മദിനെന്ന് കേൾക്കുമ്പോൾ മരിച്ചതൊക്കെ ശരിയാണ്, ഹിജ്റയും ശരിയാ, ഹിറാ ഗുഹയും ശരിയാ, പക്ഷെ ജനിച്ചത് അതിപ്പോ എന്തിപ്പോ? ആദം നബി അലൈഹിസ്സലാം അടക്കം മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ വരെയുള്ള നബിമാരുടെ ജനന ദിവസത്തിനൊക്കെ മഹത്തുണ്ട്. മൊയ്ലിയേര് വെറുതെ വാറോല പറയല്ല, നമ്മുടെ പ്രമാണത്തിൽ അത് കൃത്യമാണ്. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹായ ഹദീസല്ലേ മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലുണ്ട് വെള്ളിയാഴ്ചൻ്റെ മഹത്വം പറയുന്നത്. സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ്റെ ഉദയവും അസ്തമാനവും കൂട്ടിയ 24 മണിക്കൂറല്ലേ ഒരു ദിവസം, അല്ലേ? സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹാത്മ്യമുള്ള ദിവസം യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ. എന്തുകൊണ്ട്?
എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ചക്ക് മഹത്വം ഉണ്ടായത്? ഫീഹി ഖുലിഖ ആദമു അലൈഹിസ്സലാം, അന്നാണ് ആദം നബി അലൈഹിസ്സലാം ഭൂജാതരായത്. പ്രസവിച്ചതല്ലല്ലോ ആദം നബി, പ്രസവിക്കപ്പെട്ടതല്ലല്ലോ. അവിടുത്തെ വരവ് എങ്ങനെയായിരുന്നു? അള്ളാഹ് സൃഷ്ടിച്ചതാണ്. ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്, ആദം നബി അലൈഹിസ്സലാം പടപ്പായി ഭൂമുഖത്തേക്ക് ഭൂജാതരായത് വെള്ളിയാഴ്ച ദിവസം. മഹത്വമുള്ള വെള്ളിയാഴ്ച ആദം നബി പെറ്റു, ആദം നബി ഉണ്ടായി, പടക്കപ്പെട്ടു എന്നല്ല. ആദം നബിയുടെ ജന്മം കൊണ്ട് വെള്ളിയാഴ്ചക്ക് മഹത്വം ഉണ്ടായി. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എവിടെയുള്ളത്? സ്വഹീഹ് മുസ്ലിമിൽ. അള്ളാന്റെ റസൂലിന്റെ ജന്മദിനത്ത് പ്രസക്തിയില്ലേ? പ്രാധാന്യമില്ലേ? ഉണ്ട്. തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് സ്വഹാബാക്കൾ ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി എന്താ? ഫീഹി ഉലിത്തു, ഫീഹി ഉലിത്തു, അന്നാണ് ഞാൻ പ്രസവിക്കപ്പെട്ടത്, അതെന്റെ ജന്മദിനാണെന്നാ പറഞ്ഞത്. അപ്പൊ ജന്മത്തിന് പ്രസക്തിയില്ലേ? ആ ദിനത്തിന് പ്രാധാന്യമില്ലേ? തീർച്ചയായിട്ടുണ്ട്. മാത്രല്ല അവിടുന്ന് നമുക്ക് ആരാണ്? കേവലം ഒരു നേതാവല്ല, കേവലം ഒരു ആത്മീയ ആചാര്യനും അല്ല. നമ്മുടെ പെറ്റുമ്മമാരെക്കാൾ, നമ്മെ പോറ്റിയ പിതാക്കളെക്കാൾ, നമ്മുടെ കൂടപ്പിറപ്പുകളെക്കാൾ, നമ്മുടെ ആത്മമിത്രങ്ങളെക്കാൾ നമുക്ക് പ്രിയപ്പെട്ടവർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളാണ്. അതങ്ങനെയാണ്. സ്വഹാബാക്കൾ അതൊക്കെ അംഗീകരിച്ചു. അവരിടയ്ക്കിടെ അള്ളാന്റെ റസൂലിന്റെ സവിധത്തിൽ വന്ന് നടത്തിയ പ്രഖ്യാപനം, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, പെറ്റുമ്മയെയും പോറ്റിയ ഉപ്പയെയും അങ്ങയുടെ തൃപ്പാദങ്ങളിൽ കാണിക്ക വയ്ക്കാൻ, സമ്മാനിക്കാൻ ഞങ്ങൾ തയ്യാറാണ് റസൂലേ. ആലോചിച്ച് നോക്ക്. ഇത് അള്ളാന്റെ വഹയ്യ് വിളമ്പിത്തരുന്ന ഒരു നബി, അതിനപ്പുറത്തൊന്നുമില്ല എന്നല്ല. ഉമ്മയെയും ഉപ്പയെയും അങ്ങേക്ക് സമ്മാനമായി തരാൻ ഞങ്ങളാണ് സമർപ്പിക്കുകയാണ്. ഇതിനപ്പുറം എന്താ? അതല്ലേ നമ്മൾ എന്നും ഇവിടെ പള്ളിയിൽ മദ്ഹ് കീർത്തനങ്ങളിൽ പറഞ്ഞത്? അന്ത ഉമ്മുൻ അം അബു മാറ ഐന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ നന്മകളെക്കാൾ വലിയ നന്മകളും ഔദാര്യങ്ങളുമാണ് അവിടുന്ന് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഇതെങ്ങനെ? ഇതൊക്കെ ഒരു തള്ളാണെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ റിയലി വസ്തുതകളാണ്. നമ്മളെ ഉമ്മ നമുക്ക് എന്താ തന്നത്? എൻ്റെ ഉമ്മ എനിക്ക് എന്താ തന്നത്? നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് എന്താ തന്നത്? ഉമ്മ ഗർഭം ചുമന്ന് നൊന്ത് പെറ്റു, പാലൂട്ടി, ഏതാനും വർഷങ്ങൾ ചിറക് മുളച്ച് പറക്കാനാകുന്നത് വരെ ഉമ്മായുടെ മടിത്തട്ടിലെ തണലിൽ നമ്മൾ വളർന്നു വന്നു. ശരിയാണ്, ഉമ്മാൻ്റെ ത്യാഗം ചെറുതൊന്നുമല്ല. പക്ഷെ ആ ഉമ്മാക്ക് എത്ര ചെയ്യാൻ പറ്റിയ ഒരു പരിധിയില്ലേ? ഉപ്പ എന്താ ചെയ്തത്? ഉമ്മാക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത്, നമ്മുടെ ശാരീരിക വളർച്ചയ്ക്ക്, വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടത് ഉപ്പാൻ്റെ സപ്പോർട്ട് കിട്ടി. അതിനപ്പുറത്ത് ഉപ്പാക്ക് എന്താ ചെയ്യാണ്ടായത്? ഒരു മനുഷ്യൻ്റെ ഈ ലോക പരലോക വിജയത്തിന് വേണ്ട തെർബിയത്തുകൾ, പരിപാലനങ്ങൾ 4 തരം ഡെവലപ്മെൻ്റ് ഒരു മനുഷ്യന് കിട്ടണം, ഒരു മുഅ്മിനിന് കിട്ടണം, ഒരു മുസ്ലിമിന് കിട്ടണം. 4 തരം ഡെവലപ്മെൻറ്റ്. 1 തെർബിയത്തുൽ അബ്ദാൻ, ശാരീരിക പരിപാലനം. ഇത് ഉമ്മാക്ക് റോളുണ്ട് ഇവിടെ, ഉപ്പാക്ക് റോളുണ്ട് ഇവിടെ. ഇത് ശാരീരിക പരിപാലനം. ഹെൽത്ത് ക്ലബിൽ ജിമ്മിന് പോകുന്ന അവിടുത്തെ ആശാനതിൽ റോളുണ്ട്. ഇതിൽ തെർബിയത്തുൽ അബ്ദാൻ, ശാരീരിക പരിപാലനം. ഇവിടെ അള്ളാന്റെ റസൂല് ഇവരെക്കാൾ മുന്നിലാണ്. ഉമ്മത്തിൻ്റെ ആരോഗ്യ കാര്യത്തിൽ പറയേണ്ടതൊക്കെയും കൃത്യമായി പറഞ്ഞില്ലേ? മോഡേൺ സയൻസ് പറഞ്ഞില്ലേ? നിങ്ങളെ സർവ്വ സൂക്കേടുകളുടെയും കാരണം ക്രമം തെറ്റിയ ഭക്ഷണ രീതിയാണ്, ജീവിത രീതിയാണ്. നമ്മളോട് തിന്നുന്നതിൻ്റെ അളവ് പറഞ്ഞെന്നില്ലേ? അത് സുന്നത്താക്കി പഠിപ്പിച്ചെന്നില്ലേ? വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് പറഞ്ഞെന്നില്ലേ? നിങ്ങളെങ്ങനെ ജീവിക്കണമെന്ന് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടതൊക്കെ പറഞ്ഞെന്നില്ലേ? രണ്ടാമത്തേതാണ് തെർബിയത്തുൽ ഉഖൂൽ, ബുദ്ധിപരമായ പരിപാലനം. വിദ്യാഭ്യാസ രംഗത്തെ വളർച്ച.
അതിന് വേണ്ടതൊക്കെയും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഖുർആനീകമായി നമുക്ക് പ്രോത്സാഹനം തന്നു. നിങ്ങൾ പഠിക്കണം, എവിടെ പോയിട്ടാലും പഠിക്കണം. പറഞ്ഞില്ലേ, ഇനി ഉമ്മാക്കും ഉപ്പാക്കും പറ്റാത്ത ചില പരിപാലനമുണ്ട്. തെർബിയത്തുൽ ഖുലൂബ്, ഹൃദയത്തിൻ്റെ പരിപാലനം, മനസ്സിൻ്റെ പരിപാലനം. മനോഹരമായ മനസ്സുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രകൃതിയുള്ള ഒരു സത്യവിശ്വാസിയായി ഞാനും നിങ്ങളും മാറാൻ എന്ത് വേണമെന്നതിൻ്റെ കണ്ടന്റുകൾ, കൃത്യമായ മെഡിസിനുകൾ വിളമ്പിത്തന്ന സപ്ലൈ ചെയ്ത ലോകഗുരുവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. തെർബിയത്തുൽ ഖുലൂബ്, ഹൃദയത്തിൻ്റെ ഡെവലപ്മെന്റ്. തീർന്നില്ല, തെർബിയത്തുൽ അർവാഹ്, ആത്മീയമായ ഡെവലപ്മെന്റ്. ആത്മീയമായി സംസ്കരിച്ച് സമുദ്ധരിച്ച് സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് നമ്മെ വിളിച്ചു കൊണ്ടുപോകുന്ന ഡ്യൂട്ടി കൂടി അഷ്റഫുൽ ഖൽഖാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ ആരെക്കാളും അവിടെ നിന്നാണ് ഉയർന്നുള്ളത്. എന്തിന്? നമുക്ക് നമ്മുടെ കാര്യത്തിൽ, എൻ്റെ കാര്യത്തിൽ എൻ്റെ ഉമ്മാക്ക് എന്നോടുള്ളതിനേക്കാൾ, എൻ്റെ കാര്യത്തിൽ എൻ്റെ പൊന്നുപ്പാക്ക് എന്നോടുള്ളതിനേക്കാൾ, എന്തിന് എൻ്റെ കാര്യത്തിൽ എനിക്കുള്ളതിനേക്കാൾ താല്പര്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക്. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ താല്പര്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക്. മക്ക ജീവിതകാലം, പ്രതിസന്ധിയുടെ കാലം, ശത്രുക്കൾ കിടന്ന് ഞെരങ്ങുന്ന കാലം, അവരുടെ എല്ലാ ഉപദ്രവങ്ങളും അഴിച്ചുവിട്ട കാലം, തളരാതിരിക്കാൻ വേണ്ടി അള്ളാഹു ആശ്വാസത്തിന്റെ ഖുർആനിക വചനമിറക്കി. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ. നബിയെ, അങ്ങ് തളരേണ്ടതില്ല. അങ്ങയുടെ നാഥൻ അങ്ങേക്ക് വേണ്ടതൊക്കെയും ഉടനെ തന്നെ തരാനിരിക്കുകയാണ്. അപ്പോൾ തങ്ങൾക്ക് തൃപ്തിയാകും നബിയെ. എന്ത്? അങ്ങേക്ക് വേണ്ടതൊക്കെ അള്ളാഹു തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് കിട്ടുമ്പോ ഫതർലാ, തങ്ങൾ സംതൃപ്തരാകും. ഇപ്പത്തത് നോക്കണ്ട നബിയെ. ഒന്ന് നെടുവീർപ്പിട്ട് ശ്വാസം വിടുകയല്ല ചെയ്തത്. ഈ ആയത്തിറങ്ങിയപ്പോ എന്താ പറഞ്ഞത്? ഇദൻ വല്ലാഹി ലാ അർലാ, ഇദൻ വല്ലാഹി ലാ അർലാ. എനിക്ക് വേണ്ടതൊക്കെ തരുന്നു പറഞ്ഞാൽ ഈ ലോകത്തിപ്പോൾ അടിച്ചമർത്തപ്പെട്ടവനാണു ഞാൻ, ന്യൂനപക്ഷത്തിന്റെ നേതാവാണു ഞാൻ, അസഭ്യവർഷങ്ങൾ സ്വീകരിക്കുന്നവനാണ് ഞാൻ, നിരന്തരം മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നവനാണ് ഞാനും എൻ്റെ മക്കളും. ഇതാ അല്ലാഹു ഓഫർ തന്നിരിക്കുന്നു, അധികാരത്തിന്റെ ചെങ്കോൽ തങ്ങളുടെ കയ്യിൽ വരും, സുരക്ഷയുടെ മേഖല തങ്ങളിലായിരിക്കും, ദുന്യാവിൽ വേണ്ടതൊക്കെ തങ്ങൾക്ക് തരും. തീർന്നില്ല, പരലോകത്ത് വിവരിക്കാനാകാത്ത എണ്ണമറ്റ അനുഗ്രഹങ്ങളൊക്കെയും വാരിക്കോരി തരും. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ഓക്കേ അല്ല, ഇദൻ വല്ലാഹി ലാ അർലാ, ഇതൊക്കെയും എനിക്ക് കിട്ടിയാലും അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ സംതൃപ്തനാവുകയില്ല. വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എൻ്റെ ഉമ്മത്തിൽ ഒരാൾ നരകത്തിലായിരിക്കെ ഇതൊക്കെ എനിക്ക് കിട്ടിയാലും ഞാൻ സംതൃപ്തനാവില്ല. നമ്മളോടുള്ള താല്പര്യം അത്. അള്ളാഹിൻ്റെ റസൂല് വേദനിച്ചത്, സങ്കടപ്പെട്ടത്, ബേജാറായത് തങ്ങളുടെ ഇല്ലായ്മയിലും വല്ലായ്മയിലുമായിരുന്നില്ല, നമ്മുടെ കാര്യത്തിൽ. അവിടുന്ന് ചുരുക്കം ചില ഘട്ടങ്ങളിൽ കരഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. കരഞ്ഞിട്ടുണ്ട്. എന്തിനാ കരഞ്ഞത്? ആ കരച്ചിലധികവും നമ്മുടെ കാര്യത്തിലാണ്. ഒരൊറ്റ ഉദാഹരണം സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി മുൻഗാമികളായ അമ്പിയാക്കള് അവരുടെ ജനതയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ സംസാരിക്കുന്ന രംഗം ഖുർആനിൽ നിന്ന് പറഞ്ഞു. ഇബ്രാഹിം സൂറത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മോശപ്പെട്ട ജനതയെക്കുറിച്ചും നല്ല ജനതയെക്കുറിച്ചും പടച്ചോൻ്റെ മുന്നിൽ സംസാരിച്ച രംഗം. റബ്ബി ഇന്നഹുന്ന അളലൽന കസീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. പടച്ചോനെ, ഈ വിഗ്രഹങ്ങൾ മഹാഭൂരിഭാഗം ജനങ്ങളെയും വഴിതെറ്റിച്ചിട്ടുണ്ട് പടച്ചോനെ. ശരിയാണ്, എൻ്റെ ഉമ്മത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ വിഗ്രഹങ്ങളുടെ പിറകെ പോയി പരാജയപ്പെട്ടിട്ടുണ്ട്, വഴിതെറ്റിയിട്ടുണ്ട്.
ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. ആ വഴിക്ക് പോകാതെ ഞാൻ പറഞ്ഞനുസരിച്ച് എൻ്റെ പിന്നാലെ വന്നവർ എൻ്റെ ആളാണല്ലാ, അവനെ സംരക്ഷിച്ചോളണം. വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ നിനക്ക് മാപ്പ് കൊടുക്കാം. ഈസാ നബി അലൈഹിസ്സലാം അന്ത്യദിനത്തിൽ അള്ളാഹിനോട് സംസാരിക്കുന്ന രംഗം, അള്ളാഹ് ഈസാ അലൈഹിസ്സലാമിനോട് സംസാരിക്കുന്ന രംഗം പരിശുദ്ധ ഖുർആനിലതാ. ഈസാ നബിയോട് അള്ളാഹ് ചോദിക്കും, യാ ഈസാ, താങ്കൾ ഈ ജനങ്ങളോട് പറഞ്ഞിരുന്നോ എന്നെയും എൻ്റെ ഉമ്മയെയും ദൈവങ്ങളാക്കണമെന്ന്? എന്നെയും ഉമ്മയെയും ദൈവമാക്കണമെന്ന് നിങ്ങൾ നിങ്ങളുടെ ജനതയോട് പറഞ്ഞിരുന്നോ ഈസാ? അവിടുന്ന് എന്താ പറയാ? സുബ്ഹാനക്, പടച്ചോനെ ഞാൻ എന്താ പറഞ്ഞത് നിനക്കറിയാം, അരുതാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവരെ കാര്യത്തിൽ, ഈ വഴി തെറ്റിപ്പോയ എൻ്റെ ജനതയുടെ കാര്യത്തിൽ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഇൻ തുഅസിബുഹും ഫഇന്നഹും ഇബാദുക്. നീ അവരെ അടിക്കുകയാണെങ്കിൽ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ അടിമകളല്ലേ, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. മാപ്പാക്കുകയാണെങ്കിൽ നിനക്ക് അതിനും അധികാരമുള്ളവനാ. ഈസാ നബി പറയണേ, വഴിതെറ്റിയ അനുയായികളെ കാര്യത്തിലേ അടിക്കുകയാണെങ്കിൽ അടിച്ചോ, നിന്റെ അടിമകളല്ലേ. ഈ ആയത്ത് ഓതിയിട്ട് റസൂലുള്ളാഹ് സുമ്മ റഫഅ യദൈഹി, രണ്ട് കരങ്ങളും മേൽപോട്ട് ഉയർത്തിയിട്ട് വഖാല, അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി. ഈസാ അലൈഹിസ്സലാം പറഞ്ഞതുപോലെ പറയാൻ എനിക്കാവൂല്ല അല്ലാ, എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്ത്. വബകാ, പുണ്യ റസൂൽ കരഞ്ഞുപോയി. ഈ കരച്ചില് കേട്ട പ്രപഞ്ചനാഥനായ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഹബീബ് അതാ അവിടെ കരയുന്നു, ഇദ്ഹബ് ഇലാ മുഹമ്മദ്, മുഹമ്മദിലേക്ക് പോയിട്ട് കരച്ചിലിൻ്റെ കാരണം ഒന്ന് അന്വേഷിച്ചിട്ട് വരൂ. അള്ളാഹ്ക്ക് അറിയാൻ വേണ്ടിയിട്ടാ? അള്ളാഹ്ക്ക് ആ കരച്ചിൽ അറിയില്ലേ? എൻ്റെ കാരണം അറിയില്ലേ? അറിയും. പക്ഷെ ഈ കാരുണ്യവും നമ്മോടുള്ള താല്പര്യവും ലോകത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടുത്താൻ അള്ളാഹ് ഉദ്ദേശിച്ചു. അതുകൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്തത്. പോ ജിബ്രീലെ, പോയി ചോദിക്കുക, എന്താണ് എൻ്റെ ഹബീബിൻ്റെ പ്രശ്നം, എന്തിനാ കരയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം ഓർത്താണ്, എനിക്ക് അവരെ കൈമലർത്താനോ അവരെ അവഗണിക്കാനോ എനിക്ക് പറ്റൂല, ഞാൻ അവരെ ഓർത്തിട്ടാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞയച്ചു, ഖുൽ ഇന്നാ സനുർലി ഫീ ഉമ്മത്തിക വലാ നസൂഉക. അങ്ങയുടെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ അങ്ങയെ ഞാൻ സന്തോഷിപ്പിക്കുക തന്നെ ചെയ്യും. വലാ നസൂഉക, അങ്ങയെ നാണം കെടുത്തൂല, മോശാക്കൂല. ഉമ്മത്തിൻ്റെ കാര്യത്തിലും തങ്ങളെ സന്തോഷിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോഴാണ് ആ മുഖത്ത് പുഞ്ചിരി വിടർന്നത്. മുഅ്മിനീങ്ങളെ, എനിക്ക് ക്ഷീണമുണ്ട്, പ്രയാസമുണ്ട്, പക്ഷെ എൻ്റെ ക്ഷീണം മാറാനും നിങ്ങളെ ക്ഷീണം മാറാനും ഇതാ മരുന്ന്. ഇതിപ്പോൾ പൊതു അവധിയല്ലേ, ഒരു 5 മിനിറ്റ് വൈകിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനും നിങ്ങളും എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ 2 കാര്യമാണ് ചെയ്യാനുള്ളത്. ഈ ദിവസം നമ്മോട് പറഞ്ഞിരുന്നത് അതാണ്. ഒന്ന്, ആരെക്കാളും എന്തിനേക്കാളും എൻ്റെ ഹബീബിനോടാണ് എനിക്ക് സ്നേഹമെന്ന് സത്യസന്ധമായി പ്രഖ്യാപിക്കാൻ നമുക്കാകണം. ആരെക്കാളും എന്തിനേക്കാളും എൻ്റെ ഹബീബിനോടാണ് എനിക്ക് സ്നേഹമെന്ന് സത്യസന്ധമായി പ്രഖ്യാപിക്കാനാകണം. ആ പ്രഖ്യാപിക്കാൻ പറ്റാത്ത കാലത്തോളം നമ്മൾ മുഅ്മിനനാവില്ല. ഈമാനിൻ്റെ കണ്ടീഷനാണത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണത്. മറ്റാരെക്കാളും, ഉമ്മയായിക്കോട്ടെ, വാപ്പയായിക്കോട്ടെ, രാഷ്ട്രീയ നേതാക്കന്മാരായിക്കോട്ടെ, സംഘടനാ നേതാക്കന്മാരായിക്കോട്ടെ, സിനിമാ കായിക താരങ്ങളാവട്ടെ, ആരാവട്ടെ, ആരെക്കാളും പ്രിയപ്പെട്ടവൻ ഞാനാകുമ്പോഴാണ് നിങ്ങളെ ഈമാൻ ശരിയാവുക. അങ്ങനെ ആവണം. അതോടൊപ്പം അവിടുത്തെ ആദർശത്തോട് ചേർന്ന് നിൽക്കണം. ഏറ്റവും നമ്മൾ റസൂലിനെ സ്നേഹിക്കുക, ആ ആദർശത്തോട് ചേർന്ന് നിൽക്കുക. ഈ 2 ഡിമാൻഡുകൾ നമ്മൾ പാലിച്ചാൽ, ഈ 2 നിബന്ധനകൾ നമ്മൾ പാലിച്ചാൽ പിന്നെ ഒരു പേടിയും പേടിക്കണ്ട. നാട്ടിലെ മൂർഖന്മാരും പേടിക്കണ്ട, കാട്ടിലെ സിംഹങ്ങളെ വേറെ പേടിക്കണ്ട. നാട്ടിൽ 2 കാലിൽ നടക്കണ മൂർഖന്മാരുണ്ട്, എഴഞ്ഞ് നടക്കണ മൂർഖന്മാരുണ്ട്, ഇവരെ പേടിക്കണ്ട. കാട്ടിൽ 4 കാലും വാലുള്ള സിംഹമുണ്ട്, ഒന്നിനും പേടിക്കണ്ട. ഇതാ ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞത്.
വമൻ യകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ ആജാമിഹാ തജ്മീ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹായവും തണലും ആർക്കുണ്ടോ? ആർക്കാ അവിടുത്തെ തണലുണ്ടാകുക? അവിടുത്തെ ഏറ്റവും കൂടുതൽ അവിടുത്തെ സ്നേഹിച്ച് ആ ആദർശത്തോട് ചേർന്ന് നിന്നാൽ അവിടുത്തെ തണലുണ്ടാവും. ആ തണലും സഹായവും ഏതൊരുത്തന് കിട്ടിയോ? ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ ആജാമിഹാ തജ്മീ. കൊടുങ്കാറ്റിൽ സിംഹക്കൂട്ടങ്ങൾ വട്ടമിട്ടാലും ഈ റസൂലിൻ്റെ സഹായമുള്ള അനുയായിയാണെങ്കിൽ ആ സിംഹങ്ങൾ തോറ്റ് പിന്തിരിഞ്ഞോടേണ്ടി വരും. ഇതൊന്നും തള്ളല്ല, ചരിത്രത്തിലെ പരമസത്യ. സഫീന റളിയല്ലാഹു അൻഹ ഒരു സഹാബിയ, പുന്നാര നബിയുടെ അടിമയായി ജീവിച്ച ആളാ. ആ അടിമയെ പിന്നെ റസൂലുള്ളാഹി മോചിപ്പിച്ചു. ആ സഹാബിയുടെ പേരാണ് സഫീന റളിയല്ലാഹു അൻഹ. അദ്ദേഹം ഒരു പ്രദേശത്തു കൂടെ, ഒരു കാടിൻ്റെ സൈഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു സിംഹം മുന്നിലേക്ക് ചാടി വീണു. അദ്ദേഹം ശാന്തനായി പറഞ്ഞു, അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ സിംഹമേ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൗലയാണ്. മൗല എന്ന് പറഞ്ഞാൽ വിമുക്ത അടിമ. ആദ്യ അടിമയായിരുന്നു, സേവകനായിരുന്നു. അങ്ങനത്തെ എന്നെ നീ ഉപദ്രവിക്കണ്ട, നീ നിന്റെ വഴിക്ക് പൊക്കോ. ഇത് പറയേണ്ട താമസം ആ സിംഹം തലവെട്ടി ചോടിപ്പോയി. നടന്ന സംഭവം ഇതാണ് ഇമാം ബുസീരി തങ്ങൾ പറയുന്നത്. അഹല്ല ഉമ്മത്തഹു ഫീ ഹിർസി മില്ലത്തിഹി. ഇസ്ലാമാകുന്ന കോട്ടയിൽ അവിടത്തെ ഉമ്മത്തിനെ പ്രവേശിപ്പിച്ച് സംരക്ഷിക്കുകയാണ് റസൂലുള്ളാഹി. ഏതുപോലെ? കല്ലൈസി ഹല്ല മഅൽ അശ്ബാലി ഫീ അജമി. കാട്ടിലെ മാളത്തിൽ, ഗുഹയിൽ സിംഹം അതിൻ്റെ മക്കളെ ആ ഗുഹക്കകത്താക്കി തള്ളസിംഹം പുറത്ത് കാവലിരിക്കുന്നത് പോലെ ഇസ്ലാം എന്ന് പറയുന്ന കോട്ടക്കകത്ത് തൻ്റെ ഉമ്മത്തിനെ കയറ്റിയിരുത്തി സിംഹത്തള്ള കാവലിരിക്കുന്നത് പോലെ കാവലിരുന്ന് സംരക്ഷിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളെ, നമ്മളെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഇമാം ബൂസൂരി തങ്ങൾ ബുർദ എന്ന് പറഞ്ഞ കവിത എഴുതാൻ മാരകമായ രോഗം വന്നു. ഞാൻ റസൂലിനെ വർണ്ണിച്ച് കവിത ഉണ്ടാക്കുമെന്ന് തീരുമാനിച്ചു. ആ കവിത ഉണ്ടാക്കി തീർന്നപ്പോൾ ആ രോഗം ശിഫയായി. അതെൻ്റെ ധൈര്യം ഇപ്പോൾ ഇവിടെ. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കും അതെന്നെ ധൈര്യമാകേണ്ടത്. നമുക്ക് ഏറ്റവും അവിടെ നിന്നാണ് അത് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കേണ്ടുന്ന, പഠിക്കേണ്ടുന്ന, ചിന്തിക്കേണ്ടുന്ന, ആദർശം പറയേണ്ടുന്ന, പഠിക്കേണ്ടുന്ന, പ്രചരിപ്പിക്കേണ്ടുന്ന സന്ദർഭമാണിപ്പോൾ. അതെന്നും വേണം, സ്പെഷ്യലായിട്ട് ഇപ്പോഴും വേണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ തിരുസുന്നത്ത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സത്യസന്ധമായി 100% ആത്മാർത്ഥമായി അവിടത്തെ സ്നേഹിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെയും നീ ഉദവി നൽകണമേ തമ്പുരാനെ.